ഇന്ന് നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഇവർ ഓക്കെ അശ്ലീല വീഡിയോകൾ കാണുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട്. ഇന്നൊന്നും അശ്ലീല വീഡിയോകൾ കാണുന്ന ചെറുപ്പക്കാരില്ല. അവർക്ക് അതിനേക്കാളും ഹരം നൽകുന്ന, അവർക്ക് അതിനേക്കാളും ഇഷ്ടമുള്ള മറ്റ് പല കാര്യങ്ങളുണ്ട്. അവരതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. പേരൻസ് ഇതൊന്നും അറിയുന്നില്ല, ഈ സംഭവം നടക്കുന്നതിന് ഒന്നും അറിയത്തില്ല. ഈ പിള്ളേർക്കാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരാണ്. ഇവരുടെ മനസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിളിനകത്ത് എഴുതി, പണ്ട് ചെറുപ്പകാലത്തൊക്കെ കുട്ടികൾ ഈ സാറ്റ് കളിക്കാൻ നേരത്ത് എവിടെയെങ്കിലും പോയി പാത്തിരുന്നിട്ട് അവരും കണ്ണടച്ചിരിക്കും. അവരുടെ വിചാരം കണ്ണടച്ച് ഇരുട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആരും കാണുന്നില്ല എന്നൊരു ചിന്തയാണ്. എന്നാൽ ഈ കണ്ടുപിടിക്കുന്ന ആൾ നോക്കുമ്പം ഏകദേശം ഒരു മറവിൽ കാണാൻ പറ്റുന്ന രീതി തന്നെയായിരിക്കും ഇവർ നിൽക്കുന്നത്. പക്ഷേ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാത്തിരിക്കുകയാണ്, ഞാൻ കണ്ണടച്ചിരിക്കുകയാണല്ലോ, എൻ്റെ കണ്ണിൽ ഇരുട്ടാണ്, അപ്പോൾ മറ്റുള്ളവർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല എന്നൊരു ചിന്തയാണ്. ഇവർ ശരീരം കൊണ്ട് വളരുന്നതേ ഉള്ളൂ. ഈ മാനസികമായും പക്വതപരമായ രീതി നോക്കുമ്പം ഇതേ രീതിയിൽ ആ കണ്ണടച്ചിരിക്കുന്ന കുട്ടിയാണ് പലപ്പോഴും പല ആൾക്കാരും. ഇപ്പം ഇന്നത്തെ കാലത്ത് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവത്തിനകത്ത് ഒരു പോലീസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറയണം, എന്ത് പറഞ്ഞ് രക്ഷപ്പെടണം എന്നൊക്കെ ഈ പിള്ളേർ നേരത്തെ പ്ലാൻ ചെയ്തു. ഒരുപക്ഷെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നൊക്കെ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കാണും. പക്ഷേ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ അതൊക്കെ ഈ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നും ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെന്നും ഈ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. കാരണം പിള്ളേർ പഠിച്ചിട്ടില്ല. അവർക്ക് ഞാൻ ഓരോ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഓരോ കുഞ്ഞുങ്ങൾ ഇത് കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ. ഇത് പേരൻസ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് കുഞ്ഞ് ഇത് തെറ്റാണ്, അത് ശരിയാണ്, അല്ല ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അവരെ കാണിച്ചു വിടാം. കണ്ടോ, ഈ പിള്ളേർ പോയി കാണിച്ചിട്ട് ഈ മണ്ടത്തരം കാണിച്ച കണ്ടോ, അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്, ഇങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾ ഒരിക്കൽ പോലും രക്ഷപ്പെടത്തില്ല, നിങ്ങൾ എത്ര പഴുതടച്ച് ഒരു ക്രൈം ചെയ്താൽ ഇന്നത്തെ കാലത്ത് പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവണം. ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. അതിന് വളഞ്ഞ വഴിയല്ല പോകണ്ടേ. ഈ ചെറുപ്രായത്തിൽ അധ്വാനിക്കാതെ അധ്വാനിക്കാന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പഠിക്കാതെ എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാം, ഇപ്പോൾ സ്വർണ്ണം അടിച്ചു മാറ്റി ഇതുകൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് ഇവരുടെ വിചാരം. ഈ പല രീതിയിലും ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഈ ഫോൾസ് ഇൻഫർമേഷൻസ് ചിലത് കൊടുക്കും. ചില വീഡിയോസൊക്കെ ഉണ്ട്, ചില ഫോൾസ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ കാണുന്ന ഒരു കുഞ്ഞിൻ്റെ ഇതാണ് സംഭവം, അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ശരിക്കും പറഞ്ഞാൽ വളരെയധികം റെസ്ട്രിക്ഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞ റെസ്ട്രിക്ഷൻ നമ്മളിപ്പോൾ എത്രയോ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞാലും ശരി, പേരൻറ് കൺട്രോളിങ് കൊടുത്തു പറഞ്ഞാലും ശരി, ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടും പേരൻസ് ഒബ്സർവ് ചെയ്യണം.